ആമേഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവൃത്തികൾക്കിടെ മരിച്ച ജോയിക്ക് നഷ്ടപരിഹാരം നൽകാതെ റെയിൽവേയുടെ നിരുത്തരവാദ സമീപനത്തിൽ എ റഹീം എം പി വീണ്ടും കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചു. വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, ഈ സംഭവം ഉണ്ടായപ്പോൾ ജോയിയുടെ മരണം, ആ മരണത്തിന് ഉത്തരവാദി കൃത്യസമയത്ത് ശുചീകരണ ജോലികൾ ചെയ്യാത്ത റെയിൽവേ ആണ് എന്ന അന്ന് തന്നെ ആരോപണം ഉയരുകയും വലിയ തരത്തിൽ റെയിൽവേ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തുകയും ജോയിയുടെ കുടുംബത്തിന് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ വീട് വെച്ച് കൊടുക്കുന്ന അടക്കമുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. യഥാർത്ഥ നഷ്ടപരിഹാരം നൽകേണ്ട റെയിൽവേ അലംഭാവം കാട്ടുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് കത്തിൽ റഹീം ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യങ്ങൾ? സിജു, തീർച്ചയായും അത് തന്നെയാണ്. ഏകദേശം 1.5 മാസം പിന്നിടുന്നു ഈ അപകടത്തിൽ ജോയി, ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചിട്ട് ഏകദേശം 1.5 മാസം പിന്നിടുന്നു. ഈ സമയത്ത് പോലും റെയിൽവേ ആവശ്യമായ കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാര തുക ജോയിയുടെ കുടുംബത്തിന് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരും അതിനൊപ്പം തന്നെ നഗരസഭയും ജോയിയുടെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാര തുകയും അതിനൊപ്പം തന്നെ ജോയിയുടെ കുടുംബത്തിന് ആവശ്യമായ വീട് വെച്ച് നൽകാനും ഒക്കെ തന്നെയുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 10 ലക്ഷം രൂപയാണ് സർക്കാർ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകിയത്. അതിനൊപ്പം തന്നെ നഗരസഭ വീട് വെച്ച് നൽകാനുള്ള ഒരു തീരുമാനവും അതിനുള്ള നടപടികളും കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഈ റെയിൽവേ സ്ഥലത്ത് ശുചീകരണത്തിനായി എത്തിയ സമയത്താണ് ജോയി അപകടത്തിൽപ്പെടുന്നതും തുടർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. പക്ഷേ ഇതുവരെയും റെയിൽവേ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ആമേഴഞ്ചാൻ തോടിൽ മരണപ്പെട്ട ജോയിക്ക് റെയിൽവേ ആണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. പക്ഷേ എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെയും റെയിൽവേ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും എ റഹീം എം പി റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ആവശ്യമായ നഷ്ടപരിഹാരം ജോയിയുടെ കുടുംബത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് എ റഹീം എം പി റെയിൽവേ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു നടപടിയും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് എ റഹീം എം പി വീണ്ടും കത്തയച്ചിട്ടുള്ളത്. പ്രഥമ ഉത്തരവാദികളായ റെയിൽവേ ഇപ്പോഴും മൗനം തുടരുകയാണെന്നാണ് ഈ കത്തിൽ എ റഹീം എം പി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആമേഴഞ്ചാൻ തൊട്ടിൽ മരിച്ച ജോയിക്ക് നഷ്ടപരിഹാരം നൽകാതെ റെയിൽവേ എ റഹീം എം പി കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചു. വിവരങ്ങളാണ് സുലേഖ നൽകിയത്.